കെട്ട് നമുക്ക് കഴിക്കാം. ഇതൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഫിഷിംഗ് വീഡിയോ ആക്കാന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരം കൊള്ളില്ലായിരുന്നു തോന്നുന്നു. ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് ഒട്ടും യോജിച്ച കാലാവസ്ഥയല്ല. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയേക്കണ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നല്ല പെട്ടക്കണ കരിമീനാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ദിവസമായി പോയി. കണ്ട് ഇപ്പോഴും നല്ല മഴയാണ്. അപ്പൊ നമ്മ ഇപ്പൊ നിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുടെ അടിയിൽ നിന്നിട്ടാണ് ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. മഴയായിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പൊ വെള്ളത്തിൽ കരിമീൻ ഓടി നടന്ന് കുത്തണത് ഉമ്മർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞനും ചിത്തപ്പനുമാണ് വന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്നെന്തായാലും മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ നീ വരണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വന്നതാണ്. അപ്പൊ ഞാൻ വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട പോലും എടുത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ മരത്തിന്റെ അടിയിൽ നിന്നിട്ട് ഒരു തെങ്ങിന്റെ അടിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പൊ നല്ല മഴയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഫോൺ ഓഫ് ചെയ്യാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ഇല്ലല്ലോ, അപ്പൊ ആ മീനെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ വല വെച്ചാൽ നമുക്ക് ആ മീനെ കിട്ടിയില്ല. നമുക്ക് അടുത്ത ഒരു കുഞ്ഞ് കരിമീനാട്ടോ നമുക്ക് കിട്ടിയാണ്. കണ്ട അടുത്ത വലിയതൊന്നുമല്ല കിട്ടിയേക്കണ, എന്നാലും ആവശ്യത്തിനൊരു വലുത്. ഇത് കണ്ട നമ്മ രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ മഴ നമ്മളെ ചതിച്ചേക്കാണ്. അപ്പൊ ഈ മഴക്ക് ഉള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റൂല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഓടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ചെളിയിൽ കുത്തും. അപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല. കണ്ട മഴ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണ കാരണം മീൻ ഇങ്ങനെ കുത്തണം നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ മീൻ കിട്ടിയുമില്ല. പിന്നെ ഇവിടെ ഒരു നോക്കണുണ്ട്. ഇപ്പൊ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങാട് പോകുന്നതോറും മീൻ കുത്തണ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ നമ്മ വന്ന് നിക്കണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടോട്ടോ. ഉണ്ടോ ചെറിയ ഇടത്തോടുകളാണ്. നല്ല രീതിക്ക് തന്നെ മഴയുമുണ്ട്. അടിപൊളി. അപ്പൊ ഞാനിപ്പോ നിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു തെങ്ങിന്റെ അടിയിലാണ് കേട്ടോ. ഈ തെങ്ങിന്റെ അടിയിൽ നിൽക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളില്ല. ശരിക്കും പെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മഴ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് തെങ്ങിന്റെ അടിയിൽ നിൽക്കണത്. അപ്പൊ എന്താ ഇവിടെ നോക്കണുണ്ട്. പിന്നെ ഞങ്ങൾ കയറുന്തോറും മഴ കൂടിയേക്കണ കാരണം മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാണിച്ചു തരാം. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു തെങ്ങിന്റെ അടിയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അവനൊരാളേന്റെ ഉള്ളിൽ കൈ ഇടുന്നുണ്ട്. എന്തെങ്കിലും കിട്ടില്ല നമുക്ക് നോക്കാം. എന്റെ മോനെ ഒരെണ്ണം കിട്ടിയട്ടാ. ഒരുവിധം വലുത് ഒരു പള്ളത്തിനേം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഓലയുടെ അവിടെ ഒരെണ്ണം കണ്ടിട്ട് വല വെച്ചിരുന്നിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് നോക്കാം. കിട്ടിയാ അതെ അവിടെ ഒരെണ്ണം വലയുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അതെ ഇവിടെ ഒരെണ്ണം ഒരുത്തൻ്റെ പോയില്ലേ. കുഞ്ഞിനത് ഇപ്പൊ ഏകദേശം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. കാണിച്ചറ അവിടെ ഇത്തിരി ഇവിടെ നീക്കി വല വെച്ച് നോക്ക്. ഒരെണ്ണം കുഞ്ഞിനത് കോരി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ അടിയിൽ വെച്ച് ഒറ്റ ചാടണ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പതേ കറക്റ്റായിട്ട് അവൻ ചാടിയത് വലക്കുള്ളിലോട്ടായി പോയി. അപ്പൊ കുഞ്ഞൻ കരിമീനെ മാത്രമേ പിടിക്കണുള്ളൂ. ഇട്ടപ്പൻ കരിമീനും പള്ളത്തിനെ എടുക്കണ്ട. അപ്പം ഇവൻ സാധാരണ പള്ളത്തിനൊന്നും എടുക്കാറൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും എന്തെങ്കിലും നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളത്തിന് അവൻ പിടിക്കാൻ കേട്ടോ. ഒരു ഇതായിട്ടുണ്ട്. പള്ളത്തിന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോ വല കോരുമ്പോഴും നമുക്ക് അതിൽ പള്ളത്തിന് കിട്ടും. അയ്യോ അത് കണ്ടില്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം എന്താ നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ട 2, 4, 6, 8, 10 ഒരു 10 കരിമീനും ബാക്കി ഇതേ പള്ളത്തിയാണ്ട് കിട്ടിയേക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം കണ്ട ഒരുമാതിരി മഴയാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഈ മഴ കാരണം നമുക്ക് മീനൊന്നും പോകണം നമുക്കൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കണക്കിനാണ് നമ്മൾ ഇത്രയും പിടിച്ചത്. അപ്പൊ ഇത്രയും കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യം. കാരണം മഴയത്ത് നമുക്ക് മീനൊന്നും പോകണം കാണാൻ പറ്റില്ല. അപ്പൊ നേരെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കുക്ക് ചെയ്യണ വീഡിയോ കാണാം. അപ്പൊ ഇനി കുക്കിംഗ് ടൈം. അപ്പൊ നമ്മുടെ മീൻ വെട്ടാണ്. അപ്പൊ മീൻ വെട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാണാം. പുളീൻ്റെ ഒരു വെള്ളം ചാലിച്ചൊഴിച്ചിട്ടുണ്ട്. പുളി ഇട്ട് നല്ലോണം തേക്കാണ്. അപ്പൊ കരിമീൻ നല്ലോണം വെളുക്കൂട്ടാ. എല്ലാ കരിമീനും നല്ലോണം പുളിയാക്കിയിട്ട് നല്ലോണം തേക്കാൻ കേട്ടോ.
പാത്രം തേക്കുന്ന സ്ക്രബ്ബറില്ല, അങ്ങനത്തെ സാധനം കൊണ്ട് നല്ലോണം ഉരച്ച് കഴുകണം. അപ്പൊ നമ്മുടെ മീനിൽ അടുപ്പിച്ച് വരയിടേണ്ട. അപ്പം നമ്മൾ ഇത് പുരട്ടണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടി മാത്രം പുരട്ടിയിട്ട് മീൻ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും നല്ലോണം പുരട്ടട്ടെ കേട്ടോ. അവസാനത്തെ മീനും നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്തിരി ഒന്ന് റെസ്റ്റിലിരിക്കട്ടെ. അപ്പോൾ നമുക്ക് മീൻ വറക്കാനുള്ള ചട്ടി വെക്കാം. അപ്പോൾ ഗ്യാസ് എത്തിക്കാം. ഗ്യാസ് ഈ സാധനം കൊണ്ടൊക്കെ എത്തിക്കുമ്പോൾ നോക്കണം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടായി നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ഇതിൽ പിടിച്ചിരിക്കാണ്ട് വിട്ട് പോരാനായിട്ടാണ് അരി ഇട്ട് കൊടുക്കണം. അരി മാത്രമല്ല ഇതിന് മുകളിൽ എൻ്റെ വേപ്പിലയും വെച്ച് കൊടുക്കണം കേട്ടോ. നെറ്റിക്കൊക്കെ തെറിച്ചു തോന്നണ്ട. വേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ മീൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. വെച്ച് നിർത്തി. അപ്പം നമ്മുടെ 4 മീനും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പകുതി കൂടുതൽ വേവ് മാത്രമേ ആക്കണുള്ളൂ. ബാക്കി നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് അപ്പുറം 2 സൈഡും വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പകുതി കൂടുതൽ വേവ് നമ്മൾ ഇതുകൊണ്ട് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിൽ ബാക്കിയുള്ള നമ്മുടെ മുളകൊക്കെ പുരട്ടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കേണ്ട. ഇനി ഒരു വശം നല്ലോണം വെന്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സൈഡ് വെന്തെന്ന് തോന്നുന്നത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം അടുത്തത് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് വറുത്ത് മൊരിച്ചെടുക്കണം കേട്ടോ. ഒരു പകുതി വേവ് മാത്രമേ ആക്കണുള്ളൂ. നമ്മൾ 4ാമത്തെ നമ്മുടെ മറിച്ചിട്ടിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ മറിച്ചിട്ട് നല്ലോണം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഒരു മസാലയൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇത്തിരി പെരട്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഇവിടെ തന്നെ ഇങ്ങനെ മാറ്റി വെക്കുക. നേരത്തെ നമ്മുടെ ഇതിലോട്ട് ചേർക്കാനുള്ള മസാല ഉണ്ടാക്കാനുള്ള ചട്ടി വെക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വേപ്പിലയും പിന്നെ കുറച്ച് പച്ചക്കുരുമുളകും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുറച്ചുള്ളൂ. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക നല്ലോണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അരിഞ്ഞാണ് ചേർക്കണത്. നമ്മൾ അപ്പോൾ അതൊന്നും ചതച്ചതി കൊടുക്കണില്ല. അപ്പോൾ ഇത് ഒരു കുഞ്ഞ് കാന്താരി മുളക് കൊണ്ട് ഇതും കൂടി ഇതിൻ്റെ കൂട്ടിട്ടേക്കാം. ഒരു രസം. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഒരു വെള്ളി വീഴുമല്ല. എന്നിട്ട് ഇത് നമ്മൾ അപ്പം മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഇഞ്ചിയും കൂടിയും ചതച്ചിട്ട് കൊടുത്തു. ഇഞ്ചി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഇഞ്ചിയും കൂടി നല്ലോണം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് മസാല ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒരുവിധം പൊട്ടി വരണം. ഏകദേശം കടുകൊക്കെ തെറിച്ചിപ്പോൾ വരണം. ഏകദേശം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി കുരുമുളകാണ് കേട്ടോ നേരത്തെ അരച്ച് വെച്ചത്. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. അതിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത്തിരി കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടിയാണ് ഇപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വാടി വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മസാലയിലോട്ട് തന്നെ നമ്മുടെ മീൻ പൊരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വാടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, എന്നാലേ ആ മണവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. മസാല ഒരു നല്ലോണം കണ്ടോ, നല്ലോണം വാടിയിട്ട് കേട്ടോ മസാല. ഒന്ന് മസാലപ്പൊടി ഇപ്പോൾ ചേർത്ത മസാലപ്പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇറക്കാം കേട്ടോ. നമ്മൾ വാഴയുള്ളത് ഇതിൽ തന്നെ വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നമുക്ക് അടപ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ റെഡി ആകത്തില്ല. അതുകൊണ്ട് ഗ്യാസിൽ തന്നെ വെച്ച് എല്ലാം നമ്മൾ ചൂടാക്കി എടുക്കണം. വാഴയുള്ളപ്പോൾ നമുക്ക് പൊതിയാനുള്ള അത്രയും നമുക്ക് വാട്ടിയെടുക്കാം നല്ലോണം. എന്നിട്ട് കീറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ വാഴയിലൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഗ്രേവി എടുത്തിട്ട് വാഴയിലയിൽ വെക്കാം. എന്നിട്ട് നമ്മൾ എല്ലാവരും നല്ല രീതിക്ക് പരത്തി കൊടുക്കാം, എല്ലാവരും ആവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ തികയോ നോക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവരും നമ്മൾ ഗ്രേവി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മീനെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു ഗ്രേവി നല്ലോണം പുരട്ടി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ അരികത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് തികയോന്നുണ്ടെങ്കിൽ ബാക്കി ഗ്രേവിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത മീൻ ഇങ്ങനെ തന്നെ ചെയ്യാം. തികയോടെ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. പൊതിയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ പൊതിയണത്. എന്നിട്ട് അതിൻ്റെ ആ നാര് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് നല്ലോണം കെട്ടേണ്ട. എല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ നാര് കണ്ടോ, വാഴ നാര് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നല്ലോണം കെട്ടണം കേട്ടത്. ഒരെണ്ണം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇങ്ങനെ തന്നെ എടുക്കാം. അടുത്തത് ഞാൻ പൊതിയണത് ഇങ്ങനെ തന്നെ പൊതിയാണ് കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. അത് ഒരു സൈഡിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. അടുത്തത് ഈ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയിലൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റ് സ്പേസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മീൻ്റെ നല്ല കറക്റ്റായിട്ട് ഇത് ചട്ടിയിൽ തികഞ്ഞിട്ട് ഇരിപ്പുണ്ട്. ഇത് നല്ലോണം ഒന്ന് വേവട്ടെ. ചൂടായി കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് അപ്പർ സൈഡ് ഇപ്പർ സൈഡൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നാലിൻ്റെ മറിച്ചും തിരിച്ചു നോക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതൊന്നും എടുത്ത് ഒരെണ്ണം നോക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം കേട്ടോ. ഗ്യാസ് അപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കെട്ട് നമുക്ക് എന്നിട്ട് അയക്കാം. കെട്ടയച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണം വരണുണ്ട് കേട്ടോ. ഇതാണ് നേരെ ഇരിക്കാത്ത സാധനം. നമുക്കിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം കേട്ടോ. മസാലയൊന്നും മാറാണ്ട് ഇലേപ്പാട് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് കൊടുക്കാം.
നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടേപ്പാട്ട് എടുത്തോണ്ടേ ഭയങ്കരമായിട്ട് ഇതാവണം. അപ്പം മസാല ഒന്നും മാറാണ്ട് തന്നെ ഇത് നമ്മൾ നല്ലോണം പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി മസാലയൊക്കെ അതിന് മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചുറ്റിനൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിർത്തിക്കോ. അപ്പം നമ്മുടെ പപ്പു ആദ്യം എടുത്തത് മസാല മാത്രമല്ല കേട്ടോ. അത് തക്കാളിയാണ് കൊച്ചെടുത്ത് തിന്നത്. അപ്പോൾ കൊച്ചിന് നമുക്ക് മീനും ഇത്തിരി ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ കിള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാം ഞാൻ കൊച്ചിന് ഇത്തിരി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത്തിരി തക്കാളി എല്ലാം കൂടി ഞാൻ കൊച്ചിന് വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. മുള്ളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കൊച്ചിന് ഞാൻ വായിൽ വെച്ച് കൊടുത്തത് കേട്ടോ. ടേസ്റ്റ് മീൻ പൊരിച്ച് നോക്കിരണ്ട. ആ അങ്ങാട് നോക്കിട്ട് പറയണോ ടേസ്റ്റ് ചെയ്തോട്ടെ. സാധനം അടിപൊളിയാണ്ട വേണ്ട. അപ്പൊ ഇതിന് നമ്മൾ എടുത്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ മീനുമായിട്ട് എടുത്തേക്കണത്. ദോശ മീനും കൂട്ടാൻ തന്നെ അടിപൊളിയാണ്. ബാക്കി ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്തപ്പനാണ്ട. ചിത്തപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നി ഇതിലൂടെ ചിത്തപ്പം പബ്ജി കളിക്കാൻ തിരക്കിലായോണ്ടാണ് കേട്ടോ. അതാണ് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഒരു കൈ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ടേസ്റ്റ് ചെയ്യാൻ പോണ അച്ഛനാണ് കേട്ടോ. അപ്പം അച്ഛൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. എല്ലാം കൂടി തിരിച്ചെടുത്തോ. മസാലയും സവാളയും ഒക്കെ കൂടി എടുത്താൽ ആ ടേസ്റ്റ് നല്ലോണം അറിയാൻ പറ്റും. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി. അപ്പം നമ്മുടെ കരിമീൻ പൊളിച്ചത് എല്ലാവരും കൂടി നല്ലോണം കഴിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. കാര്യം അടിപൊളിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ അതേ നമ്മുടെ പപ്പു, നമ്മുടെ ഉദൈഫ, അഫ്സലി, കുഞ്ഞൻ, വാവ, അനിയൻ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് നല്ലോണം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ ഒച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം മഴയാണ്. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ ഇവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.